കല്യാണ തലേന്ന് മധുരംകിളിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ആകെ ഒരൊറ്റൊരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആ ഒരു ദിവസം ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ആൻറ്റി ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ആയിരുന്നു, ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇതേ അമ്മാമ്മ ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് കളിക്കണേ കേട്ടോ. അങ്ങനെ അമ്മാമ്മയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ദേ വൈകുന്നേരം നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് വേണമായിരുന്നു നമുക്ക് ബ്രൈഡിൻ്റെ അനിയത്തിനെ അമ്മേനെയൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. നമ്മുടെ ബ്രൈഡ് ദേ ഇവിടെ റെഡിയായി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അലുമോളെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ മരിയയും ഇതിനെയും കൂടിയാണ് ചെയ്തത്. ഹെയർ സ്റ്റൈൽ ഞാനും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഹോളിലെത്തിയപ്പോൾ ഒരു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വെൽക്കം ഡാൻസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ അത് കാരണം ബാക്കിൽ നിൽക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ബ്രൈഡ് മധുരം വെപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാ കസിൻസൊക്കെ കൂടി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇവന്മാർ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂമിലായിരുന്നു കേട്ടോ. നമ്മുടെ തീം എന്ന് പറയുന്നത് ഗ്രീൻ കളറായിരുന്നു, എല്ലാവരും ഒരു ഗ്രീൻ കളറായിരുന്നു. ഞങ്ങൾ മൂന്നുപേര് മാത്രം ഒരു വേറൊരു ഗ്രീൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി നിൽക്കുമ്പോൾ. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസിന് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടെൻഷൻ മാറ്റാനായിട്ടുള്ള മരുന്നൊക്കെ കഴിച്ചു കൊണ്ടിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നല്ല പവറായിട്ട് ഡാൻസൊക്കെ കളിക്കാൻ പറ്റി. ഡാൻസിൻ്റെ വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ റീലെടുത്തു. പിന്നെ നമ്മുടെ ചേച്ചിയുടെയും ആൻറ്റിമാരുടെയൊക്കെ പാട്ടുണ്ടായിരുന്നു, എല്ലാവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡാണ് മെയിൻ. നമ്മുടെ അമ്മാമ്മ ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കഴിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണേ കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു മൊമെൻ്റാണ് ഇതെല്ലാം. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു ദിവസം ഫുൾ അടിച്ചു പൊളിയായിരുന്നു. ആൻറ്റിമാരൊക്കെ തകർത്ത് ഡാൻസ്. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസാണ് കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഏകദേശം തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തുള്ളി ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൂലക്ക് മാറിയിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിമാരൊക്കെ നന്നായിട്ട് തകർക്കണമായിരുന്നു. ഞങ്ങൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ ഡാൻസൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു. ഈ ഡാൻസ് കളിക്കണേന് സൈനി ചേച്ചി ഷിനോയ് ചേട്ടയും ഇവർ പണ്ട് കുറേ ഡാൻസ് സ്റ്റേജിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കഥയൊക്കെ ഞങ്ങളിങ്ങനെ പറയണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ റീലൊക്കെ എടുത്തു. നേരെ നമ്മൾ ഹോളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ അലമ്പ് പിള്ളേരാണ്. അങ്ങനെ 12 മണിയായപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലൊരു ചേട്ടയുടെ ബർത്ത്ഡേ ആണെന്ന് തന്നെ അറിഞ്ഞത്. അപ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തകർക്കണമായിരുന്നു പാട്ടൊക്കെ വെച്ചിട്ട്. നിങ്ങളിങ്ങനെയാണോ? നിങ്ങളുടെ കസിൻസൊക്കെ കൂടുമ്പോൾ ഇതുപോലെയാണോ?